ഇന്ന് നമ്മൾ ചിക്കൻ നല്ല മസാലയൊക്കെ പുരട്ടി നല്ല പൊരിച്ചെടുക്കാൻ പോവാണ്. പൊരിച്ചെടുക്കുന്നത് എണ്ണയിലല്ല, എയർ ഫ്രയറിലാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ എയർ ഫ്രയറിലോട്ട് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ടൈം ഒരു 20 മിനിറ്റ്സ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തെടുത്തു. പിന്നെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് ഇളക്കി തിരിച്ചൊന്ന് ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. ബാക്കി 10-11 മിനിറ്റ് പിന്നെയും കുക്ക് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പുറത്തെടുക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും കേട്ടോ. സംഭവം നമ്മൾ അടിപൊളിയാണ്. നല്ല ക്രിസ്പായിട്ട് മുരിഞ്ഞ് വരും. ഒരുപാട് കരിക്കുന്നത് ആരോഗ്യത്തിന് ഗുണമല്ല. ചിക്കനിലെ കൊഴുപ്പെല്ലാം അതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ എല്ലാം സെറ്റിൽ ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വാരിയിടണ്ട, അത്യാവശ്യം ജസ്റ്റ് ഫില്ല് ചെയ്തു നമ്മൾ നിറച്ചു. അതിൻ്റെ അകത്ത് നമ്മളൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുവാണ്. ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യണം. നമ്മളൊരു 200 ഡിഗ്രിയും വെച്ച് ഒരു 15 to 18 മിനിറ്റാണ് ഏകദേശം കുക്കിംഗ് ആവുന്നത്. അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കരിഞ്ഞു തുടങ്ങും. കരിയാതെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്തു. അത് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെയും നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വെച്ചു. അങ്ങനെ എണ്ണയില്ലാതെ നല്ല രീതിയിൽ ഫ്രൈ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ചോയ്സാണ്. ട്രൈ ചെയ്ത് നോക്കുക.